Hello, welcome back to another video of X and Y Learning. X and Y Learning in the USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്കുള്ള പ്രത്യേക പരിശീലന ക്ലാസ്സുകളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സയൻസുമായിട്ടാണ് ഷദീദ് സാർ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ ഒരുപാട് സോഷ്യൽ സയൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിൽ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് നോട്ട്ബുക്കുകളിലും കാര്യങ്ങളിലൊക്കെ നോട്ട്സൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് എഴുതി വെക്കുക. നിങ്ങൾക്ക് USSനും നിങ്ങളുടെ മറ്റ് മത്സര പരീക്ഷകൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏതോ ആകട്ടെ, ക്വിസ് കോമ്പറ്റീഷൻ ആകട്ടെ, അതിനൊക്കെ പറ്റിയ നല്ലൊരു അസറ്റായിട്ട് നിങ്ങൾ ആ ഒരു ബുക്ക് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. USSന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. അപ്പം ഇന്ന് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് ഈസ് ദ നാഷണൽ സ്പോർട്ട് ഓഫ് ഇന്ത്യ? നല്ല എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ക്രിക്കറ്റ്, ഹോക്കി ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, കബഡി ഉണ്ട്. ഏതാണ്? കബഡി ആണോ, ഫുട്ബോൾ ആണോ, ക്രിക്കറ്റ് ആണോ, അതോ ഹോക്കി ആണോ ഇന്ത്യയുടെ കായിക വിനോദം? നല്ല എളുപ്പമുള്ള ഒരു ചോദ്യമല്ലേ. യെസ്, ഏതാണ് ആൻസർ? യെസ്, ഓപ്ഷൻ ബി ഹോക്കിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. ഓപ്ഷൻ ബി ഹോക്കിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ എക്സ് ആൻഡ് വൈയുടെ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരത്തിൽ ദേശീയ കായിക വിനോദം ചോദിച്ചതുപോലെ ഒരുപാട് ദിനങ്ങൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ കായിക വിനോദം ചോദിച്ചു. അപ്പം നമ്മൾ മുന്നേയുള്ള വീഡിയോസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ദിനങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇവിടെ ദേശീയ കായിക വിനോദം ചോദിച്ചു. ദേശീയ കായിക ദിനമുണ്ട് നമുക്ക്. എന്നാന്നുള്ള അറിയോ? എന്നാന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ദേശീയ കായിക വിനോദം എന്നാണ് എന്നുള്ളത് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഇനി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ സ്പോർട്സ് ഡേ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയുടെ ദേശീയ കായിക ദിനം എന്നാണെന്നുള്ള കണ്ടെത്താൻ പറ്റും. അത് ആരുടെ ഓർമ്മയ്ക്കാണെന്ന് അറിയോ? ധ്യാൻചന്ദ് എന്നുള്ള പേരിലുള്ള ഒരു ഹോക്കി താരം ഉണ്ടായിരുന്നു. ആ ഹോക്കി താരത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ആ തീയതി ഏതാണ്, ആ ദിവസം ഏതാണെന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കമന്റ് ബോക്സിൽ കൊടുക്കേണ്ടത്. ആ ധ്യാൻചന്ദ് എന്നുള്ള ഹോക്കി പ്ലെയർ, അദ്ദേഹം ഒരുപാട് സംഭാവനകൾ ഹോക്കിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ ആ സംഭാവനകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഹോക്കി നമ്മുടെ ദേശീയ കായിക വിനോദമായിട്ട് മാറിയതുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ ദേശീയ കായിക വിനോദം എന്ന് കേൾക്കുന്ന പോലെ ഇത്തരത്തിൽ ഒരുപാട് ദേശീയ കാര്യങ്ങളുണ്ടല്ലേ. ദേശീയ പുഷ്പമുണ്ട്, ദേശീയ മത്സ്യമുണ്ട്, ദേശീയ വൃക്ഷമുണ്ട്, ദേശീയ ചിഹ്നമുണ്ട്, ദേശീയ ഗാനമുണ്ട് അല്ലേ. ഇങ്ങനെ ഒരുപാട് ദേശീയ എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പം നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങളും കൂടി എക്സ് ആൻഡ് വൈയുടെ മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. കാരണം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ഇയറിൽ മുൻ വർഷങ്ങളിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഇനിയും എക്സാമിന് ചോദിക്കുമെന്നുള്ളതാണ്. അപ്പം ദേശീയ പുഷ്പം ചോദിച്ചു കഴിഞ്ഞാൽ താമരയാണ്. ദേശീയ മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗാൾ കടുവയാണ്. ദേശീയ മത്സ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗ റിവർ ഡോൾഫിൻ ആണ് അല്ലേ. ഗംഗ റിവർ ഡോൾഫിൻ ആണ്. അതോടൊപ്പം തന്നെ ദേശീയ ഫലം എന്ന് പറയുന്നത് നാഷണൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് മാംഗോ ആണ്. അങ്ങനെ ദേശീയ വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാനിയൻ ട്രീ, ആൽമരമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ എന്ത് ചെയ്യുക? ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. കുറിച്ച് വെച്ചാൽ മാത്രം പോരെ, അത് പഠിച്ചെടുക്കുക കൂടി വേണം. എന്നാലേ നമുക്ക് ഈ വർഷത്തെ USS നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യം പറഞ്ഞപ്പോൾ ഒരുപാട് ഫാക്റ്റുകൾ പറഞ്ഞു. അതൊക്കെ എന്ത് ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നാലോ. അടുത്തൊരു ചോദ്യം, വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത്? In which year the education was included in the concurrent list? Option A 1973, option B 1974, option C 1975, 1976. 73, 74, 75, 76. ഇതിൽ ഏത് വർഷമാണ് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ചോദ്യം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവില്ലേ, എന്താണ് കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റ് എന്താണെന്നുള്ളൊരു സംശയം ചിലർക്ക് ഉണ്ടായിരിക്കും. അപ്പം അത് സാറ് പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ ഭരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 തരത്തിലുള്ള ലിസ്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ കാര്യങ്ങളെയും മാറ്റിയിട്ടുണ്ട്. ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ്, നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കൺകറന്റ് ലിസ്റ്റ്. ഇങ്ങനെ 3 ലിസ്റ്റുകളാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ സർക്കാരിൻ്റെ കീഴിലുള്ള ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ 3 ലിസ്റ്റുകളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിന് കീഴിൽ വരൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്ന
കേന്ദ്ര സർക്കാർ ഇടപെടാതെ സംസ്ഥാന സർക്കാർ തീർത്തും തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിന് കീഴിൽ വരിക. നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിന് കീഴിൽ വരൽ സംസ്ഥാന സർക്കാർ അല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരിക. ഇനി സെൻട്രൽ ലിസ്റ്റിൽ എന്താ വരിക? യെസ്, സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിന് പുറത്തിലെ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ. ഇപ്പം ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസ് അല്ലേ, ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ശത്രുക്കൾ ആക്രമിക്കാൻ വരും, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തണം. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് സംസ്ഥാന സർക്കാരല്ല ചെയ്യുക, മറിച്ച് കേന്ദ്ര സർക്കാരാണ് എന്ത് ചെയ്യണത്, അത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൽ വരുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ സെൻട്രൽ ലിസ്റ്റ്. ഡിഫൻസ് അതിൽ വരുന്നതാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്താണ്, സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരിക. ഇനി രണ്ട് വിഷയത്തിലും, സെൻട്രലിലും സ്റ്റേറ്റിലും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണം, കൺകറൻറ്റ് ലിസ്റ്റിലെ കൺകറൻറ്റ് ലിസ്റ്റിൽ വരും. അപ്പോൾ ഹെൽത്ത് സംസ്ഥാന സർക്കാരും അതിൻ്റേതായിട്ടുള്ള നയങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കും, കേന്ദ്ര സർക്കാരിനും അതിൻ്റേതായിട്ടുള്ള നയങ്ങളും കാര്യങ്ങളും ആരോഗ്യ പരിചരണ സംരക്ഷണ പരിപാടികളൊക്കെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടത്തും. അങ്ങനെ രണ്ട് കൂട്ടരും ഒരുമിച്ച് നടത്തുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൺകറൻറ്റ് ലിസ്റ്റിൽ വരിക. അങ്ങനെ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സംഗതിയാണ് വിദ്യാഭ്യാസം. കേന്ദ്ര സർക്കാരും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നയങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രൂപീകരിക്കും. കേരള സർക്കാർ, അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും, അത്തരവുമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തീരുമാനിക്കും. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത്. എന്നാൽ ഒരു വർഷം വരേക്കും എന്ത് ചെയ്യുന്നില്ല, കൺകറൻറ്റ് ലിസ്റ്റിലായിരുന്നില്ല വിദ്യാഭ്യാസം. സ്വാതന്ത്ര്യം കിട്ടി 1970s വരേക്കും എന്ത് ചെയ്യുന്നു, കൺകറൻറ്റ് ലിസ്റ്റിലായിരുന്നില്ല വിദ്യാഭ്യാസം. എന്നാൽ പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, കൺകറൻറ്റ് ലിസ്റ്റിലായിട്ട് മാറുന്നത്. അപ്പോൾ അത് ഏത് വർഷമാണ് കൺകറൻറ്റ് ലിസ്റ്റിലായത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി, 1975, 1975 എന്ത് ചെയ്യുന്നത്, വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് എന്താണ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ്, സെൻട്രൽ ലിസ്റ്റ് എന്താണെന്ന് ഇനി USSന് പ്രിപ്പയർ ചെയ്യുന്ന എക്സാം വൈയുടെ മക്കൾക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം 1975 എന്ത് ചെയ്യുന്നത്, വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഇനി അടുത്തൊരു ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം എന്താണ്? ഐക്യരാഷ്ട്രസഭ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഐക്യരാഷ്ട്രസഭ യുണൈറ്റഡ് നാഷൻസ് എന്ന് പറയും. വിച്ച് കളർ ഈസ് ദ ഫ്ലാഗ് ഓഫ് ദ യുണൈറ്റഡ് നാഷൻസ്? യുണൈറ്റഡ് നാഷൻസ് രൂപീകരിച്ചത് 1945 ഒക്ടോബർ 24 ഒക്ടോബർ 24 നമ്മൾ ഐക്യരാഷ്ട്രസഭാ ദിനമായിട്ട് ആചരിക്കാറുള്ളത്. ഐക്യരാഷ്ട്രസഭാ ദിനമായിട്ട് ആചരിക്കാറുള്ളത് ഒക്ടോബർ 24 ഏത് വർഷമാണ്? ഏത് ദിവസമാണ്? ഒക്ടോബർ 24 എന്ത് ചെയ്യുന്നത്, നമ്മൾ ഐക്യരാഷ്ട്രസഭാ ദിനമായിട്ട് ആചരിക്കാറുള്ളത്. 1945 എന്ത് ചെയ്യുന്നത്, ഐക്യരാഷ്ട്രസഭ നിലവിൽ വരുന്നത്. ലോകത്ത് 2 ലോകമഹായുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നാം ലോകമഹായുദ്ധം 1914 മുതൽ 18 വരെയുള്ള വർഷത്തിൽ നടന്നു. പിന്നീട് 1939 മുതൽ 1944-45 കാലഘട്ടം വരെയാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഐക്യരാഷ്ട്ര സംഘടന ഇനി നമുക്ക് യുദ്ധങ്ങളൊന്നും വേണ്ട, എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെയും ഒരു എല്ലാ ഗവൺമെൻറ്റുകളുടെയും ഒരു ഗവൺമെൻറ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഒരു ഗവൺമെൻറ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നു. അങ്ങനെ ഒക്ടോബർ 24 എന്ത് ചെയ്യുന്നത്, നമ്മൾ ഐക്യരാഷ്ട്രസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മളൊക്കെ കേൾക്കാറുള്ള യുനെസ്കോ അല്ലേ, യുനെസ്കോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. യുനെസ്കോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, യൂണിസെഫ് എന്ന് കേട്ടിട്ടുണ്ടാകും. അങ്ങനെ ഈ യുനെസ്കോ യൂണിസെഫ് ഒക്കെ എന്താണ്, നമ്മൾ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വ്യത്യസ്ത ഏജൻസികളാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അറിയോ? ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം USA ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഏത് സ്ഥലത്താണ്? ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതിന് കീഴിലുള്ള വ്യത്യസ്ത ഏജൻസികളാണ് യുനെസ്കോ, യൂണിസെഫ് എന്നൊക്കെ നമ്മൾ അറിയപ്പെടാറുള്ളത്. യുനെസ്കോക്ക് യൂണിസെഫിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഫുൾ ഫോമുകളൊക്കെ ഉണ്ട്. UNEP, യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം, WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഏജൻസികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഐക്യരാഷ്ട്രസഭ യുണൈറ്റഡ് നേഷൻസിന് കീഴിൽ വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചോദ്യം എന്താണ്, ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറമാണ് എന്താണെന്നുള്ളതാണ്. അത് നീലയാണോ, പച്ചയാണോ, വെളുപ്പാണോ, മഞ്ഞയാണോ, ബ്ലൂ ആണോ, ഗ്രീൻ ആണോ, വൈറ്റ് ആണോ, യെല്ലോ ആണോ യുണൈറ്റഡ് നാഷൻസ്? ഇതിൻ്റെ ഏതാണ് യുണൈറ്റഡ് നാഷൻസിൻ്റെ കളർ എന്നുള്ളതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് നമുക്ക് നോക്കിയാലോ? കറക്റ്റായിട്ടുള്ള ആൻസർ യെസ്, ബ്ലൂ, നീല നിറത്തിലാണ്. ഈ ഒരു പതാകയാണ് ഐക്യരാഷ്ട്രസഭയുടെ പതാക.
നീല നിറത്തിലുള്ള ഒരു പതാകയാണ് എന്ത് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഇവിടെ സൈഡിലായിട്ടുള്ള ഒലീവ് ലീവ്സ് എന്നൊക്കെയാണ് ഇതിന് പറയപ്പെടുന്നത്. ഒലീവ് ലീവ്സ് പോലെ ഒരു ലീവ്സ് കൊടുത്തിട്ടുണ്ട്. വേൾഡ് മാപ്പ് എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നീല കളറിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വെക്കുക. അത് എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നാൽ അടുത്തൊരു ചോദ്യം, അബി അഹമ്മദ് അലി ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഹു ഗോട്ട് നോബൽ പ്രൈസ് ഫോർ പീസ് ഇൻ 2019. ഐഡന്റിഫൈ ഹിസ് കൺട്രി. 2019 സമാധാനത്തിലുള്ള നോബൽ സമ്മാന ജേതാവാണ് അബി അഹമ്മദ് അലി. അദ്ദേഹം ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളതാണ്. അപ്പോൾ 2019 ഒരു കറണ്ട് അഫെയർ ചോദ്യമാണ്. ആ വർഷത്തെ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് അബി അഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അദ്ദേഹമാണ് ഏതൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. 2019 നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പനാമ ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി എറിത്രിയ ഉണ്ട്, ഓപ്ഷൻ സി എത്യോപ്യ ഉണ്ട്, ഓപ്ഷൻ ഡി നൈജീരിയ ഉണ്ട്. ഇതിൽ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് 2019 നോബൽ സമ്മാനം കിട്ടിയ നമ്മുടെ അബി അഹമ്മദ് അലി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആൻസർ ഏതാ നോക്കിക്കഴിഞ്ഞാലോ, പനാമയാകോ, എറിത്രിയ ആകോ, എത്യോപ്യ ആണോ, നൈജീരിയ ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, എറിത്രിയ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. എറിത്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അബി അഹമ്മദ് അലി. അദ്ദേഹത്തിനാണ് 2019 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത്. 2019 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത്. അപ്പം ഒത്തിരി ഇൻഫോർമേഷൻസ് ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചില്ലേ? ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഓരോ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളും എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. സർ പറയുന്ന നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന ഓരോ എക്സ്ട്രാ പോയിന്റുകളും നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ വർഷത്തെ SS-ന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. അതിന് നിങ്ങളുടെ കൂടെ X&Y ലേണിംഗ് ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ലേ? കൂടെ ഉണ്ടോ? യെസ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഴുവൻ സപ്പോർട്ടുമായിട്ട് X&Y ലേണിംഗ് ഈ ഒരു USS നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടുമായിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓരോ കാര്യങ്ങൾ പഠിച്ച് മുന്നേറിയിട്ട് എന്ത് ചെയ്യണം, ഈ വർഷത്തെ USS നമുക്ക് നേടിയെടുക്കണം. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ.